കാരണം നവാസ്ക മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു 6-7 മണിയോട് കൂടി ഞങ്ങൾക്ക് അന്ന് ഷൂട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ പുള്ളിക്ക് വെച്ച് ചെയ്യേണ്ട പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഈ പടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. കാരണം ആ സീൻ പുള്ളി വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ വൈഫിനോടും മക്കളോടും പറഞ്ഞിരുന്ന് ചിരിക്കായിരുന്നു എന്ന് പറയുന്നത്. ചോദ്യം മനസ്സിലായി. പക്ഷെ അത് ഇപ്പൊ ഇവിടെ എങ്ങനെ അത് പ്രസന്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം നവാസ്ക മരിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു 6-7 മണിയോട് കൂടി ഞങ്ങൾക്ക് അന്ന് ഷൂട്ട് കഴിഞ്ഞിരുന്നു. ഞാനെന്നും റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇത് പറയാൻ നിന്നാൽ കുറച്ച് പറയാനുണ്ട്. അത്രത്തോളം നീണ്ടു പോകണ്ട. അല്ല എന്തെങ്കിലും നമുക്കത് ഒഴിവാക്കാം, ടോപ്പിക് ഒഴിവാക്കാം. അതല്ലെങ്കിൽ പറയാം, കുഴപ്പമില്ലല്ലോ, പറയാല്ലേ? ഓക്കെ. ഒരു 7 മണിയോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞു. നേരെ ഞങ്ങളെല്ലാവരും അവരവിടെ റൂമിലോട്ട് പോയി. ഇപ്പം തലേ ദിവസം നാളെ ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റിംഗ് എന്തായാലും നമ്മൾ വന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യും. ഇത് ഒരു പരിപാടിയുണ്ട്. അന്ന് സാഗറും ഞാനും ഞങ്ങളൊക്കെ ഹോട്ടലിൻ്റെ താഴെ വെച്ചിട്ട് ഏകദേശം ഒരു 12 മണി രാത്രി വരെ സംസാരിച്ചു. നേരത്തെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് പലയിടത്തും പോയി പല ആൾക്കാരും ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ താഴെ മീറ്റ് ചെയ്തു, സംസാരിച്ച് റൂമിലോട്ട് പിരിഞ്ഞു പോയി. ഞാൻ ഈ സ്ക്രിപ്റ്റ് അന്ന് ഒന്നും ചെയ്തില്ല. അന്ന് അവിടെ വെച്ചു പോയി കിടന്നു. പക്ഷെ ഒരു 2 മണി ഉറക്കം വരുന്നില്ല. ഒരു 1:30 എഴുന്നേറ്റ് വീണ്ടും സ്ക്രിപ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ നവാസ്കന്റെ പോർഷൻ നമ്മൾ ചെയ്ത് തീർത്ത് 3 ദിവസം ആ വീട്ടിൽ ഷൂട്ട് ചെയ്യാനുണ്ട് നവാസ്കന്റെ. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നി അതിന് 3 ദിവസം അവിടെ ഒരു ലാഗ് അടിക്കുന്ന ഒരു ഫീല് തോന്നി. എന്തെങ്കിലും ഇതിനകത്ത് ഒരു ചേഞ്ച് വേണമെന്നില്ല. രാത്രി തന്നെ ഏകദേശം ഒരു വെളുപ്പിന് 4 മണി 4:30 വരെ ഇരുന്ന് ആ സ്ക്രിപ്റ്റിൽ ഒരു ചേഞ്ച് വരുത്തി 4 ദിവസം ഷൂട്ട് ചെയ്യേണ്ട പോർഷൻ ഒറ്റ ദിവസത്തേക്ക് മാറ്റി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ശ്രീധരനെ വിളിച്ചു. ഈ ചേഞ്ചസ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. ശ്രീധരൻ ആദ്യം അത് വേണോ, അങ്ങനെ നമുക്ക് പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുത്തു. എഡിറ്ററുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ശ്രീധരൻ സുധീഷേട്ടൻ ആദ്യം പറഞ്ഞു അത് നല്ലതാണ്, എന്നാൽ പിന്നെ നോക്കിക്കോ. പിന്നീട് ശ്രീധരൻ പറഞ്ഞു അത് ഓക്കെ, ബെറ്റർ ആണ്, നമുക്ക് അങ്ങനെ നോക്കാം. അന്ന് നമ്മൾ വന്ന് എൻ്റെ മൊത്തം നമ്മുടെ ടീമിനെ മൊത്തം വിളിച്ചു. റൈറ്റർ ശ്രീഹരിനെ വിളിച്ചു. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് ഈ 3 ദിവസം ചെയ്യേണ്ടത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കുകയാണ് പരിപാടി എന്ന് പറഞ്ഞു. ആക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ സ്ക്രിപ്റ്റ് തലേദിവസം എല്ലാവർക്കും കൊടുക്കായിരുന്നു. ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ഇന്നും കൊണ്ട് തീർക്കുകയാണ് ഈ പരിപാടിയുടെ എന്നിട്ട്. അങ്ങനെ 3 ദിവസം പ്ലാൻ ചെയ്ത് ഷൂട്ട് ഞങ്ങൾ അന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് 6 മണിയാകുമ്പോൾ നമ്മൾ അന്ന് ഇവിടെ പോർഷൻ മൊത്തം കഴിഞ്ഞു. നവാസ്കാൻ്റെ ആണെങ്കിലും ഗണപതി ഇവരൊക്കെയാണ് പോർഷൻ കഴിഞ്ഞു. കുഞ്ഞികൃഷ്ണ മാഷം മാത്രം ചെറിയൊരു പോർഷൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം ഒരു 8 മണി വരെ പോയിരുന്നു. ആ സെറ്റിൽ വെച്ചിട്ട് 6 മണിക്ക് നവാസ്ക നമ്മുടെ സെറ്റിൽ നിന്ന് പോയി 6:30 കൂടിയിട്ടാണ് തോന്നുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത്. അതൊരു വൻ ഷോക്ക് തന്നെയായിരുന്നു. ഇനിയിപ്പം നവാസ്ക ഈ സ്ക്രിപ്റ്റ് തിരുത്തി ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നേനെ. അതെന്തോ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. എന്തോ നിമിത്തമായിട്ട് ഞാൻ കരുതുന്നത് ചിലപ്പം എന്തെങ്കിലും അതിനകത്തുണ്ട്. പിന്നെ പുള്ളിക്ക് വെച്ച് ചെയ്യേണ്ട പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഈ പടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. കാരണം ആ സീൻ പുള്ളി വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ വൈഫിനോടും മക്കളോടും പറഞ്ഞിരുന്ന് ചിരിക്കായിരുന്നു എന്ന് പറയാം. കാരണം കുട്ടികൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നവാസ്കറിന്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് ഉപ്പ ആക്ട് ചെയ്ത എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ ശ്രീധരൻ ഇങ്ങനെ വിളിച്ചു, ശ്രീധരൻ ഇങ്ങനെ കുട്ടികളെ ചോദിക്കുന്നുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ശ്രീധരൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും കാണിക്കുന്നു. ഞാൻ കുട്ടികളെ കൊണ്ടുപോയി മക്കളോട് ചോദിച്ചു ഉപ്പാൻ്റെ ഏത് സീനാണ് കാണട്ടെ. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് വിജയ്, ആ സീനൊന്ന് കാണിക്കാൻ പറ്റുമോ? നിർവാശം നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ആ സീൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും കുട്ടികൾക്ക് വേറൊരു സീൻ പറഞ്ഞ് ആ സീൻ കാണിച്ചു കൊടുത്തു. അവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇതാണെന്ന് സംഭവിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്.